ചില വ്യക്തികൾക്ക് അവരുടെ ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നഷ്ടപ്പെടുന്നതിൽ ഒരു ഭയവുമില്ല, ഒരു കൂസലുമില്ല. അവർ ഭയക്കുന്നത് അവർക്ക് സമൂഹത്തിൽ ചില വിലയും നിലയൊക്കെ ഉണ്ട്. കുടുംബം തകർന്നാൽ അത് നഷ്ടപ്പെടുമോ എന്നതായിരിക്കും അവരുടെ ഭയം. കാരണം അവർ സ്നേഹത്തിലോ സ്നേഹത്തിന് വേണ്ടിയോ ജീവിക്കുന്നവരല്ല, മറിച്ച് സ്വയാഭിമാനത്തിന് വേണ്ടി അവർ തന്നെ അവർക്കായി കെട്ടിപ്പണിത ഒരുതരം പേര്, മഹത്വം, മഹിമ അതിനു വേണ്ടി ജീവിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു നല്ല ജീവിത പങ്കാളിയാകാനോ നല്ല അപ്പനാകാനോ നല്ല അമ്മയാകാനോ ഒന്നും അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് ആകെ താല്പര്യം സമൂഹത്തിൽ ഞങ്ങൾ ഒരു നല്ല കുടുംബമാണ്, മാതൃകാ കുടുംബമാണ് എന്ന് പേരെടുക്കാനുള്ള നല്ല ഫാമിലി പിക്ചേഴ്സും മുഹൂർത്തങ്ങളും മാത്രമായിരിക്കും. അവർക്ക് ബന്ധം, സ്നേഹം എന്നതിലുപരി മറ്റുള്ളവരുടെ പുകഴ്ചയിലായിരിക്കും താല്പര്യവും, അതിലായിരിക്കും അവരുടെ ആനന്ദവും. അതുകൊണ്ട് അവർ നാട്ടിലെല്ലാവരോടും ഭയങ്കര കരുണയോടെ പെരുമാറും. നാട്ടുകാർക്കെല്ലാം അവർ ഭയങ്കര പ്രിയങ്കരനായിരിക്കും. പക്ഷേ വീട്ടിനകത്ത് നിങ്ങളോട് അവർ വളരെ മോശമായി പെരുമാറും. നിങ്ങളുടെ അടുത്ത് അവർ വളരെ ക്രൂരരായിരിക്കും. മാത്രമല്ല അവരെപ്പോഴും നിങ്ങളെ കുറ്റപ്പെടുത്തും, നിങ്ങളെ ഇടിച്ച് താഴ്ത്തിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്ത് അവരുടെ തനി സ്വഭാവം അറിയാവുന്ന ഒരേ ഒരാൾ നിങ്ങളായിരിക്കും. അവരെ പ്രസവിച്ച മാതാപിതാക്കൾക്ക് പോലും അവരുടെ തനി സ്വഭാവം അറിയില്ല, പക്ഷെ നിങ്ങൾക്കറിയാം. എന്നെങ്കിലും നിങ്ങൾ ഈ സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ് അവരുടെ മുഖം മൂടി അഴിക്കുമോ എന്ന ഭയം അവർക്കുണ്ടാകും. അതവർക്ക് സഹിക്കാൻ പറ്റാതാകും. അതുകൊണ്ട് തന്നെ അവർ മുൻകൂട്ടി ചില കരുതലെടുക്കും, നിങ്ങൾ പറയുന്നത് ആരും വിശ്വസിക്കാതിരിക്കാൻ. എത്രത്തോളം എന്നറിയോ? ചിലപ്പോൾ നിങ്ങളെ അവർ ഒരു മാനസിക രോഗി ചികിത്സാ കേന്ദ്രത്തിൽ കൊണ്ടുപോയി വെറുതെ എന്തെങ്കിലും മരുന്നൊക്കെ കഴിപ്പിച്ച് നിങ്ങളൊരു മാനസിക രോഗിയാണെന്ന് മുൻകൂട്ടി അവർ ചിത്രീകരിക്കും. കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കരുത് എന്നവർ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതിനെയാണ് ശരിക്കും ക്രൂരമായ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് വിളിക്കുക. ഈ സാഹചര്യത്തിൽ എങ്ങനെ മറികടക്കണം എന്നത് മനസ്സിലാക്കണ്ടേ? അതിന് ഫിലോകാലിയ ഫാമിലി അക്കാഡമി കുടുംബ വിജ്ഞാന കേന്ദ്രവുമായി ബന്ധപ്പെടുക. ഗാഡ് ബ്ലെസ് യു.